സങ്കീർത്തനം 142, സാംസ് 142. നമ്മൾ പല സങ്കീർത്തനങ്ങളും വായിക്കുകയും മെമ്മറൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ 142 ആരും മെമ്മറൈസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ കഷ്ടത്തിൽ ഒത്തിരി ദുഃഖിച്ചിരിക്കുന്നവർ എങ്ങനെയാണ് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം ഈ 142 സങ്കീർത്തനം എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. എന്നിട്ട് ഞാൻ ഈ ഒരു 142 സങ്കീർത്തനം 2-3 പേര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 142 സങ്കീർത്തനം എടുത്ത് 7 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് അതേ വാക്യങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കും അത് പ്രയോജനമായിരുന്നു. കാരണം ദൈവത്തിനോട് എങ്ങനെയാണ് ആവലാതി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് പലപ്പോഴും നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ സ്തുതിപ്പും സ്തോത്രമൊക്കെ ഒരു സൈഡാണ്, മക്കളായിട്ട് പ്രവർത്തിക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷെ വേറൊരു സൈഡുണ്ട്, നിസ്സഹായ അവസ്ഥ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം. അതിന് പറ്റിയ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 142. അത് ഞാൻ വായിക്കാൻ പോവുകയാണ്. 1-2 സെഷൻ എടുത്താൽ അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 142, ദാവീദിൻ്റെ ഒരു ധ്യാനം. അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ദാവീദ് രാജാവായിട്ടില്ല ഈ സമയത്ത്. ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുന്ന സമയമാണ്. ശൗല് ദാവീദിനെ കൊല്ലണം എന്നുള്ളത് ദാവീദ് രാജാവായേക്കുമോ എന്നുള്ള പേടികൊണ്ടാണ്. ജോനാഥാനാണ് ശൗലിൻ്റെ മകൻ. അവനാകേണ്ടതിന് പകരം ഇവനായിപ്പോയേക്കുമോ എന്നുള്ള ഭയമുള്ള, എന്തെങ്കിലും ആട്ടെ രാജ്യത്വം പോകുമെന്നുള്ള ഭയം കയറുന്നു. പിന്നെ ജലസി, അസൂയ. നമ്മളെക്കാട്ട് വലിയൊരാൾ ദാവീദിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു, ഒരു ബാലനായിരുന്നപ്പോൾ ഗോലിയാത്തിനെ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി ശൗലിന് പ്രശ്നമായി. നമ്മൾ ഓർക്കണേ, നല്ല കാര്യങ്ങൾ പറയുമ്പോഴും കമ്പയർ ചെയ്ത് പറയാതിരിക്കാൻ പഠിക്കണം. വേറൊരാളെ കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കരുത്, അതാദ്യം നിർത്തണം. അപ്പുറത്തെ സ്കൂച്ചിന് ഇത്ര പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി, നീ എന്താ പഠിക്കാഞ്ഞ് ചോദിക്കല്ലേ. ഓരോ വ്യക്തിക്കും ഓരോ താലന്ത. അവൻ്റെ താലന്തല്ല നമുക്ക്, അവൻ്റെ ഷൂസിലല്ലല്ലോ നമ്മുടെ ഷൂസ് കാലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിച്ച് വേണം മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ കമ്പയർ ചെയ്യരുത്. വളരെ താക്കീതോടുകൂടിയാണ് ഞാൻ പറയുന്നത്. 142 വായിക്കുകയാണ്. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. അങ്ങനെയാണ്, ഉറക്കെ നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു. എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളിക്ക് ചെവി തരയണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്നും പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. 7 വാക്യങ്ങളിൽ 6 വാക്യവും ദുഃഖവും സങ്കടവും വിളിച്ചറിയുന്നു. പലപ്പോഴും നമുക്കിതിനോട് റിലേറ്റ് ചെയ്യായില്ലേ? സങ്കടം പറഞ്ഞ് ഞാൻ ചിലപ്പം പറയും, പ്രാർത്ഥിക്കാൻ ചിലപ്പം ഗ്രൂപ്പ് സ്ത്രീകളുടെ ഗ്രൂപ്പിൽ പോകും പറയും, നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവ് 5 മിനിറ്റ് കൂടുതൽ ഇരിക്കത്തില്ല. കാരണം ഈ സങ്കടം മാത്രം പറയുന്ന ഒരു സ്റ്റേജ്, ആ സ്റ്റേജാണ് ഇവിടെ ഈ ദാവീദിൻ്റെ അതുപോലത്തെ കഷ്ടമായുള്ളൊരവസരമാണ്. ദാവീദ് ശൗലിനെ പേടിച്ച് അദുല എന്ന് പറഞ്ഞ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന സമയത്താണ് ഇത് എഴുതിയതെന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദാവീദിന് ജീവനെപ്പോലും ഭയമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ജീവൻ ഭയപ്പെട്ട് ഓടുമ്പോൾ എവിടെ ചെന്നാലാണ് സഹായം കിട്ടുന്നതെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുമ്പോൾ ദാവീദ് എഴുതിയതാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദാവീദ് ഒരൊറ്റ വ്യക്തി, ഈ ശൗലിൻ്റെ കൂടെ 3000 പേരാണ് ഈ ദാവീദിനെ പിടിച്ചു കൊല്ലാനായിട്ട് നടക്കുന്നത്.
അപ്പോൾ ഇതല്ലേ നമുക്കും പറയാനുള്ളത്. നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങളെ, മക്കളെ, മരുമക്കളെ അവരൊക്കെ വഴിതെറ്റി പോകുമ്പം ആയിരക്കണക്കിന് ദുഷ്ടാത്മാക്കൾ ഈ മക്കളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. കാരണം വേലി പൊളിഞ്ഞു പോയല്ലോ. വേലി പൊളിഞ്ഞു പോകുമ്പോൾ എളുപ്പമല്ലേ. പക്ഷേ ഒരാളെങ്കിലും വേലി കെട്ടി പ്രാർത്ഥിച്ചാൽ ദൈവം സൂക്ഷിക്കും. അത് ശ്രദ്ധിക്കണേ. പ്രാർത്ഥിക്കുമ്പോൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രയാസമുള്ളവർക്കും ഒത്തിരി പ്രയോജനമുള്ളതാണ്. എഴുതിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അദുല എന്ന ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത്. 1 സാമുവേലിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നമ്മളോട് പറയുകയാണ്, നമ്മുടെ ഭാരങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ഉറക്കെ നിലവിളിക്കുക. അതാണ് ദൈവത്തോട് ഉറക്കെ നിലവിളിക്കുന്ന എത്ര പേരുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഉറക്കെ നിലവിളിക്കാൻ. ദാവീദിനകത്ത് സങ്കടങ്ങൾ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് ദൈവത്തിലുള്ള ശക്തിയെക്കുറിച്ച്, ബലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവമേ ഇതെനിക്ക് ചെയ്തു തരണമെന്ന് നിലവിളിക്കുന്നുണ്ട്. അവസാനം ഡെലിവറൻസ് അല്ലെങ്കിൽ ഉത്തരവും കിട്ടുന്നുണ്ട്. ഉത്തരം ആത്മാവിലാണ് കിട്ടിയത്, ജഡത്തിലല്ല താനും. അപ്പം ജഡത്തിലുള്ളതല്ല കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പം ആത്മീക തലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, നമ്മളോട് കൂടെ ദൈവമുണ്ട്. 1 സാമുവേൽ 22:1 വാക്യമാണ്. വാക്യത്തിൽ തൊട്ടാണ് ഇത് എഴുതിയിരിക്കുന്ന. ആർക്കെങ്കിലും ബൈബിൾ റെഫറൻസ് വേണ്ടിയവർക്ക് 1 സാമുവേൽ 22:1 അതൊന്ന് വായിക്കാം. കാരണം ഇതെവിടാന്ന് പലരും ഞാൻ സംശയം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി എഴുതുന്നേ ഉള്ളൂ, പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാർ, അവൻ്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാവീദ് തൻ്റെ ജീവന് വേണ്ടി ഓടി നടക്കേണ്ടത് ശൗല് കൊല്ലാൻ വന്നിട്ട് ആഖീഷിൻ്റെ അടുക്ക കയറി ചെല്ലുന്നു. അതൊരു അവിടുത്തെ ഗത്ത് രാജാവാണ്. ആഖീഷിൻ്റെ അവിടെ ചെന്നപ്പോഴും ശൗലിൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. അവരെ എല്ലാം ശൗല് മാറ്റി നിർത്തുന്നുണ്ട്. ശൗല് തന്നെയായിട്ട് രാജാവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പം ശൗലിന് മനസ്സിലായി, ഇവിടെയുള്ളവർക്ക് മനസ്സിലായി, ഇവൻ ദാവീദ് തന്നെയാണ്, ഇവനാണ് ഗോലിയാത്തിനെ കൊന്നു. അപ്പോൾ അവർ ഇത് പറയുന്ന കേട്ടപ്പം ദാവീദിന് മനസ്സിലായി, ഇവിടെ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദാവീദ് ഒരു പൊട്ടനെ പോലെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചിട്ട് ഒരു പൊട്ടനെ പോലെ ആക്ട് ചെയ്തു. പൊട്ടനെ പോലെ ആക്ട് ചെയ്യുമ്പോൾ ഈ ആഖീഷ് രാജാവ് പറയുന്ന, ഇതെന്താന്ന് ഇവിടെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഇവനെ പിടിച്ചോണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്, പറഞ്ഞു വിടേന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഓട്ടം തന്നെ ഓട്ടമാണെന്ന് ഓർക്കണേ. ചില ജീവിത സന്ദർഭങ്ങളിൽ ഒരിടത്ത് ചെന്നാലും ആശ്രയം കിട്ടാതെ ഓടുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ പള്ളയ്ക്കകത്ത്, ഗുഹയ്ക്കകത്ത് നിന്നെ മറച്ചു വെക്കുന്ന ദൈവമുണ്ട്. ഇപ്പം ഇവിടെ ഗുഹയ്ക്കകത്തായിരിക്കുന്നത്. ഗുഹയ്ക്ക് ചുറ്റും സൈന്യം, അതായത് ശൗലിൻ്റെ കൂട്ടരിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ ദാവീദിനെ ദൈവം കാണിച്ചു കൊടുത്തില്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്രമാത്രം ഈ മനസ്സിനകത്ത് ഭയവും ഭീതിയും ഉറക്ക വിളിക്കുന്നത്. അതാണ് പറഞ്ഞത്. ആ ഒരു വാക്യം എടുക്കുക, ഞാൻ യഹോവയോട് ഉറക്ക നിലവിളിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഉറക്ക വിളിച്ചാൽ കേൾക്കുമെന്ന് പേടിച്ചിട്ട് മനസ്സുകൊണ്ടുള്ള ഉറക്ക വിളിയായിരിക്കണം ഉദ്ദേശിക്കുന്നത്. കാരണം ശത്രുക്കൾ ചുറ്റുപാടും ഉണ്ടല്ലോ. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുക. ഒട്ടും വെച്ചിട്ടില്ല, എല്ലാം അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ്. എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുകയാണ്. നമ്മളവനെ അങ്ങോട്ട് ബോധിപ്പിക്കുക. അപ്പോൾ ഈ ഉറക്കക്കരയുന്നതിനെക്കുറിച്ച് പറയുമ്പോഴേ നമുക്കെല്ലാം ഉറക്കക്കരയുന്നത് അയ്യോ കുഴപ്പമാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ദാവീദ് ഉറക്കക്കരഞ്ഞു, യേശുക്രിസ്തു ഉറക്കക്കരഞ്ഞായിട്ട് കാണുന്നുണ്ട്. യേശുക്രിസ്തു കരഞ്ഞവിടെ, യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 27:46 ക്രൂശ് മരണ സമയത്ത് എലി എലി ലമാ സബക്താനി, പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് ഉറക്ക നിലവിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ യേശു പോലും ഉറക്കം. മത്തായിയുടെ സുവിശേഷം 15:34 മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം. കർത്താവ് ഉറക്കെ കരയുന്ന ഭാഗങ്ങളുണ്ട്, കർത്താവ് കരയുന്ന ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:33-35 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ലാസറസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ചെല്ലുന്നുണ്ട്.
അപ്പോൾ മാർത്തയും മറിയോട് സംസാരിക്കുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലയിലൊന്നും കയറുന്നില്ല. അവസാനം കർത്താവ് പറയുന്നു, മറിയ കരയുന്നു, മാർത്തയും കരയുന്നു. അപ്പം യേശു ക്രിസ്തുവും കരഞ്ഞു. പലരും പറയുന്നത് കർത്താവ് ദുഃഖം കൊണ്ട് കരഞ്ഞാണ് ആയിരിക്കാം. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എത്രയോ ജീവിച്ചിരുന്ന കാലത്ത് അനേകരുടെ ഭവനങ്ങളിൽ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമില്ലാത്തടത്ത് യേശുക്രിസ്തുവും ലാസറസിൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ 12 ശിഷ്യന്മാരുമായിട്ട് കയറി ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭവനമായിരുന്നു. അപ്പോൾ ലോസ് യേശുവിനും കൂടെയാണ്, നഷ്ടം യേശു. അതുകൊണ്ടാണ് യേശു കരഞ്ഞത്. പല കാര്യങ്ങളാണ് മാർത്തി. പിന്നെ പാപം മൂലം മനുഷ്യൻ മരിച്ചു പോകുന്നത്, അകാല മരണം, അതിലും യേശു കരയുന്നുണ്ട്. ഇതൊക്കെ പാപം. കർത്താവ് അവിടെ കരച്ചിലെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല. കർത്താവോട് ഇങ്ങനെ അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ലാസറസെ പുറത്തുപോയെന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവം കരച്ചിലിന് ഉത്തരം കൊടുത്ത് സന്തോഷമാക്കി മാറ്റുന്നു. കർത്താവ് ഈ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഉള്ള 2 കള്ളന്മാരെടുക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള വലതുഭാഗത്തെ കള്ളൻ പറയുന്നു, കർത്താവേ നീ നീ പറുദീസയിൽ ചെല്ലുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന്. പക്ഷെ അതിനു മുമ്പ് കർത്താവ് പറയുന്നു, ഫാദർ ഫോർഗീവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 ഉറക്ക നിലവിളിച്ച് കരയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഒന്ന് ഉറക്ക നിലവിളിക്കുന്നത് വേദപുസ്തകത്തിലുണ്ട്. വലിയ സ്റ്റൈലും ഫാഷനും വരുമ്പം മനുഷ്യൻ ഉറക്ക നിലവിളിക്കത്തില്ല. നിലവിളിക്കാൻ ആളുകളെ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ഓർക്കണം, വേദപുസ്തകത്തിൽ യേശു കരഞ്ഞുവെങ്കിൽ നമുക്കും കരയുന്നതിനൊന്നും പ്രശ്നമല്ല. എപ്പോഴും കരണമെന്നല്ല, ചില സന്ദർഭങ്ങളിൽ വാവിട്ട് കരഞ്ഞാൽ ഉത്തരം അച്ചട്ടായിട്ട് ദൈവം തരും. നമുക്ക് അവിടെ നിർത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയോട് ഉറക്ക നിലവിളിച്ചു. ദാവീദ് ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട്, അവിടെ ആയതുകൊണ്ട് ആരും കേൾക്കത്തില്ലായിരിക്കും, കർത്താവ് ഉറക്ക നിലവിളിക്കുക. ജോസഫ് കിണറ്റിനകത്ത് ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടപ്പം അയ്യോ എന്നെ ഇടരുതേ എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ചു. അവരത് കേട്ടില്ല. ഉറക്ക നിലവിളിച്ച് യാക്കോബ് ഉറക്ക നിലവിളിച്ചു. പലരും ഉറക്ക നിലവിളിച്ചതായിട്ട് കാണും. അവിടെയെല്ലാം ദൈവം തമ്പുരാൻ ഉത്തരം കൊടുത്തതല്ലാതെ മനുഷ്യരാരും സഹായിച്ചില്ല. ഞങ്ങളും അത് തന്നെ. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഒരു മനുഷ്യനും സഹായിക്കാനില്ല എന്ന് പറയുമ്പോൾ 142-ാം സങ്കീർത്തനം എടുത്ത് 7 വട്ടം വായിച്ചു കഴിയുമ്പോൾ ദൈവം അത് കേൾക്കും. പല പ്രാവശ്യം വീണ്ടും വീണ്ടും ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ ദാവീദിന് കൊടുത്തതുപോലെ തന്നെ അവസാനം ദാവീദിനെ രാജാവാക്കിയതുപോലെ നീ ഇറങ്ങി വന്ന് സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഇങ്ങനെ ഒരു അധ്യായം ഇതിനകത്ത് എഴുതി വെച്ചതിനാൽ ദാവീദ് കരഞ്ഞതുപോലെ ഞങ്ങൾക്കും ഉറക്ക നിലവിളിക്കാൻ ഒരവസരം തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. അത് തെറ്റല്ല. സമൂഹം എന്നൊക്കെ പറഞ്ഞാലും സമൂഹത്തിൻ്റെ രീതി എത്ര തെറ്റാണെന്ന് പറഞ്ഞാലും മനുഷ്യൻ ദുഃഖം വരുമ്പോൾ ഉറക്ക കരയാൻ ദൈവം തന്നെ സമ്മതിക്കുന്നുണ്ട്. സ്വന്തം പുത്രനായ യേശു ക്രിസ്തു ഉറക്ക കരഞ്ഞുവെങ്കിൽ ഞങ്ങളും ഉറക്ക കരഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി. അയ്യോ, ദൈവത്തെ മറന്നുള്ള ഇവരുടെ പോക്ക് കാണുമ്പോൾ, അനേക ജനത സത്യദൈവത്തെ അറിയാതെ നടക്കുമ്പോൾ, എൻ്റെ അയൽവക്കക്കാർ ദൈവത്തെ അറിയാത്തപ്പോൾ, നമ്മുടെ കൂടെ നടക്കുന്നവരറിയാത്തപ്പോൾ, മക്കളറിയാത്തപ്പോൾ, ഭർത്താവ് ഭാര്യമാരറിയാത്തപ്പോൾ ഉറക്ക നിലവിളിച്ച് കരയാൻ കൃപ തരണമേ നാഥ. യേശുവെ, നിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരോട് അറിയായെങ്കിൽ ഇവരോട് ക്ഷമിച്ചിട്ട് ഇവരെ നിത്യമായ രക്ഷയിലേക്ക് കൊണ്ടുവരണം. കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.